Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. പയ്യന്നൂർ സഹകരണ ആശുപത്രി, സൗത്ത് ബസാർ, പയ്യന്നൂർ. The Payyannur Eye Foundation, Super Speciality Eye Hospital. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ്, താഴത്തുവയൽ, പെരുമ്പ, പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ്, ഗാന്ധി പാർക്കിന് സമീപം, പയ്യന്നൂർ. തെരഞ്ഞെടുപ്പിന് ഇനി 3 ആഴ്ച. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കുമുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നഗരസഭയിലെ 22ഓളം വാർഡുകളിലെ സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള 13 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളുമാണ് ആദ്യ ദിവസം പത്രിക സമർപ്പിച്ചത്. ചുവരെഴുത്തുകളുടെ തെരഞ്ഞെടുപ്പ് കാലം തിരിച്ചുവരുന്നു. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും കൊണ്ട് നിറയുകയാണ് നാടെങ്ങുമുള്ള ചുമരുകൾ. വ്യത്യസ്തമായ വോട്ടഭ്യർത്ഥനയുമായി ശ്രദ്ധേയനാവുകയാണ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് 10ാം വാർഡ് LDF സ്ഥാനാർത്ഥി C. രമേശൻ. തന്റെ സന്തത സഹചാരിയായ സൈക്കിളിലാണ് രമേശന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. കല്ലുകെട്ട് തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. കോവിഡ് പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്ന ഇവർ കല്ല് കിട്ടാതായതോടെ മാസങ്ങളായി തൊഴിലില്ലാത്ത അവസ്ഥയിൽ. സർക്കാർ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് കല്ലുകെട്ട് തൊഴിലാളികൾ. കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കർണാടക വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകർ ദുരിതത്തിൽ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. കാട്ടുമൃഗങ്ങളെ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ. അടക്കയ്ക്ക് റെക്കോർഡ് വില വന്നിട്ടും കർഷകർ നിരാശയിൽ. കരിവെള്ളൂർ പുത്തൂർ ഭാഗത്ത് മഹാളി രോഗം വ്യാപകമായത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. നിലവിൽ കമുകുകളിൽ നിന്ന് ഭൂരിഭാഗം അടക്കകളും കൊഴിഞ്ഞുപോയ നിലയിൽ. വിശദമായ വാർത്തകളിലേക്ക്. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കുമുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കാണാം ജനവിധി 2020. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന മുഴുവൻ LDF സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള 13 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളാണ് പത്രികാ സമർപ്പണത്തിന്റെ ആദ്യ ദിനമായ തിങ്കളാഴ്ച പത്രിക സമർപ്പിച്ചത്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ആളും ആരവുമില്ലാതെയാണ് പയ്യന്നൂരിലും ഇത്തവണ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിനെത്തിയത്. കരിവള്ളൂർ ഡിവിഷൻ സ്ഥാനാർത്ഥി MV അപ്പുക്കുട്ടൻ ആദ്യ പത്രിക സമർപ്പിച്ചു. പെരളം P. പങ്കജാക്ഷൻ, ചൂരൽ GC ഏലിയാസ്, പാഴിയോട്ടിച്ചാലിലെ K. ദാമോദരൻ, പുളിങ്ങോം KD അഗസ്റ്റിൻ, പ്രാപ്പോയിൽ നസീറ ഇസ്മയിൽ, പെരുന്തട്ടയിലെ രജനി മോഹൻ, വെള്ളോറ KR ചന്ദ്രകാന്ത്, മാതമംഗലം KP രമേശൻ, PV വത്സല, കുഞ്ഞിമംഗലത്ത് KP റീന, കുന്നരുവിലെ MV ദീപു, രാമന്തളിയിലെ A. വത്സല തുടങ്ങിയ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന 13 സ്ഥാനാർത്ഥികളുമാണ് വരണാധികാരി T. രാകേഷ് മുൻപാകെ പത്രിക സമർപ്പിച്ചത്. രാമന്തളി ഡിവിഷൻ സ്ഥാനാർത്ഥി കോവിഡ് സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ട് നിരീക്ഷണത്തിൽ കഴിയുന്നതിനാൽ നിർദ്ദേശകനായിരുന്നു പത്രിക സമർപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂർ നഗരസഭയിലെ 22 വാർഡുകളിലെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഒരു BJP സ്ഥാനാർത്ഥിയും ഒരു സ്വതന്ത്രനും ഉൾപ്പെടെ 22 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് പയ്യന്നൂർ നഗരസഭയിലെത്തി വരണാധികാരികൾക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചത്. 44 വാർഡുകളാണ് പയ്യന്നൂർ നഗരസഭയിലുള്ളത്. ഇതിൽ 22 വാർഡുകളിലെ സ്ഥാനാർത്ഥികളാണ് പത്രികാ സമർപ്പണം നടത്തിയത്. ഒരു BJP സ്ഥാനാർത്ഥിയും ഒരു സ്വതന്ത്രനും 20 LDF സ്ഥാനാർത്ഥികളുമാണ് പത്രിക സമർപ്പിച്ചത്. ബാക്കിയുള്ളവ ഡമ്മി സ്ഥാനാർത്ഥികളാണ്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ആളും ആരവുമില്ലാതെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണത്തിനെത്തിയത്. മുനിസിപ്പാലിറ്റി റിട്ടേണിംഗ് ഓഫീസർമാരായ GS രഞ്ജിത്ത്, പ്രകാശൻ തുടങ്ങിയവർക്കാണ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചത്. പയ്യന്നൂർ നഗരസഭയിലെ 44 വാർഡുകളിലായി 22ഓളം സ്ഥാനാർത്ഥികളാണ്
ആദ്യ ദിവസമായ തിങ്കളാഴ്ച കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഭരണാധികാരികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ, നെറ്റ്വർക്ക് ന്യൂസ്. പയ്യന്നൂർ നഗരസഭയിലേക്ക് മത്സരിക്കുന്ന പ്രായം കൊണ്ട് ഏറ്റവും ചെറുപ്പമായ ഒരു സ്ഥാനാർത്ഥിയാണ് ഭരത് ഡി പൊതുവാൾ. നഗരസഭയിലെ പടോളിയിൽ 26-ാം വാർഡിലേക്ക് കൈപ്പത്തി അടയാളത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി UDF-ന് വേണ്ടിയാണ് ഈ 23-കാരൻ മത്സരിക്കാൻ ഇറങ്ങുന്നത്. കഴിഞ്ഞ 3 തവണയായി ഇടതുമുന്നണി വിജയിച്ച വാർഡ് പിടിച്ചെടുക്കാനാണ് UDF ഭരത്തിനെ നിയോഗിച്ചിരിക്കുന്നത്. തന്റെ വീടിന്റെ സമീപ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വാർഡിലെ കലാസാംസ്കാരിക രംഗങ്ങളിലെ നിറസാന്നിധ്യമാണ് ഭരത്ത്. ഇതുകൂടി കണക്കിലെടുത്താണ് UDF അട്ടിമറി സാധ്യത മുന്നിൽ കാണുന്നത്. പാർട്ടി നിയോഗിച്ച ചുമതല സന്തോഷത്തോടെ ഏറ്റെടുക്കുമെന്നും പാർട്ടി ഒറ്റക്കെട്ടായി തന്റെ വിജയത്തിനു വേണ്ടി പിന്നിലുണ്ടെന്നും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്നും ഭരത് പറഞ്ഞു. പയ്യന്നൂർ മുനിസിപ്പാലിറ്റി 26-ാം വാർഡിലാണ് ഞാൻ മത്സരിക്കുന്നത്. ജനങ്ങളുടെയും പാർട്ടിയുടെയും പരിപൂർണ പിന്തുണ എനിക്ക് ഉണ്ട്. എൻ്റെ മാമൻ 10 വർഷം മുമ്പേ ഇവിടുത്തെ കൗൺസിലറും പയ്യന്നൂർ മുനിസിപ്പാലിറ്റി പ്രതിപക്ഷ നേതാവുമായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഒരു റൗണ്ട് ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളുടെ നല്ല പ്രതികരണമാണ് ഉണ്ടായത്. എനിക്കിവിടെ ജയിക്കാൻ സാധിച്ചാൽ ഇവിടെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനുണ്ട്. എല്ലാ ജനങ്ങളുടെയും പൂർണ്ണ പിന്തുണയും സമ്മതവും ഉണ്ട്. അതുപോലെ തന്നെ എല്ലാവരുടെയും നല്ല സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. ഭരത്തിന്റെ അമ്മാവനും നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവുമായ PU രാജൻ 15 വർഷം മുൻപ് കോൺഗ്രസിലൂടെ വിജയിച്ച വാർഡ് കൂടിയാണിത്. LDF പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുപോലും മികച്ച പ്രതികരണമാണ് ഉണ്ടാകുന്നതെന്ന് PU രാജൻ പറഞ്ഞു. ഈ വാർഡ് ഞങ്ങൾ ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 2 പ്രാവശ്യം കൈവിട്ടു പോയൊരു വാർഡാണ്. അപ്പോൾ എന്തായാലും ഈ തവണ ഞങ്ങൾ ഈ ചെറുപ്പക്കാരനെ ഉപയോഗിച്ചുകൊണ്ട് ഈ വാർഡ് തിരിച്ചു പിടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഞങ്ങൾ ശുഭപ്രതീക്ഷയാണ്. ഈ വോട്ടർമാരോട് നേരിട്ട് കാണുമ്പോൾ ഉണ്ടായിട്ടുള്ള ഓരോ വോട്ടർമാർക്കും ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രത്യേക അവരുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഞങ്ങൾക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. LDF-ന്റെ പ്രവർത്തകർ തന്നെ ഞങ്ങളുടെ സ്വകാര്യം പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ എല്ലാ വോട്ടുകളും ഞങ്ങൾ ഉറപ്പിക്കും എന്നുള്ളത് യാതൊരു സംശയം. യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം മുൻ സെക്രട്ടറിയും ഗാന്ധി ദർശൻ യുവജന സമിതി പയ്യന്നൂർ ബ്ലോക്ക് ചെയർമാൻ, ജനശക്തി പയ്യന്നൂർ മണ്ഡലം റിസോഴ്സ് പേഴ്സണായും പ്രവർത്തിക്കുകയാണ് ഭരത് ഡി പൊതുവാൾ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സ്ഥാനാർത്ഥിക്ക് തെരഞ്ഞെടുപ്പിൽ കെട്ടിവയ്ക്കാനുള്ള പണം നൽകി വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 5-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന ശീതളയ്ക്കാണ് തുക കൈമാറിയത്. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡ് സ്ഥാനാർത്ഥി ശീതളയ്ക്ക് തിരഞ്ഞെടുപ്പിൽ കെട്ടിവെക്കാനുള്ള പണം വ്യാപാരി വ്യവസായി സമിതി മാത്തിൽ യൂണിറ്റ് നൽകി. മാത്തിൽ AG ബിൽഡിംഗിൽ നടന്ന ചടങ്ങിൽ വ്യാപാരി വ്യവസായി സമിതി പെരിങ്ങോം ഏരിയ സെക്രട്ടറി കാവണാൽ നാരായണനും ഏരിയ കമ്മിറ്റി അംഗം K നാരായണനും ചേർന്ന് ഫണ്ട് കൈമാറി. മാത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ധനരാജ് അധ്യക്ഷത വഹിച്ചു. CPIM ആലപ്പടമ്പ് ഈസ്റ്റ് ലോക്കൽ സെക്രട്ടറി VV ഭാസ്കരൻ, വാർഡ് സെക്രട്ടറി EV ജയാനന്ദ്, 6-ാം വാർഡ് സ്ഥാനാർത്ഥി പങ്കജാക്ഷൻ, വ്യാപാരി വ്യവസായി സമിതി യൂണിറ്റ് സെക്രട്ടറി V ജയകൃഷ്ണൻ, യൂണിറ്റ് ട്രഷറർ KA കബീർ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ചുവരെഴുത്തുകളുടെ ഒരു തെരഞ്ഞെടുപ്പ് കാലം തിരിച്ചുവരികയാണ്. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും കൊണ്ട് നിറയുകയാണ് നാടെങ്ങുമുള്ള ചുവരുകൾ. ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിക്കുന്ന എഴുത്തുകൾ കാണാം. ഒരു തിരഞ്ഞെടുപ്പ് വന്നാൽ ഫ്ലെക്സുകളുടെ പൂരമായിരുന്നു ഒരു കാലത്ത്. ഇതിന് നിയന്ത്രണം വന്നതോടെ വിവിധ പാർട്ടി പ്രവർത്തകർ വഴിയോരങ്ങളിലെ ചുമരുകളിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ എങ്ങോട്ട് നോക്കിയാലും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ടഭ്യർത്ഥിക്കുന്ന എഴുത്തുകൾ കാണാം. ഇത്തരം പ്രചരണം കൊണ്ട് പ്രകൃതിക്ക് കോട്ടമൊന്നും സംഭവിക്കുന്നില്ല എന്നൊരു നേട്ടവുമുണ്ട്. അടുത്ത മഴക്കാലത്ത് ഈ ചുമരെഴുത്തുകൾ മാഞ്ഞു പോകാവുന്നതേയുള്ളൂ. പ്രചരണത്തിൽ ഇടതുപക്ഷമാണ് മുന്നിൽ. UDF-ഉം NDA-യും ഇനിയും തങ്ങളുടെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടില്ല. ഏതായാലും ഈ തിരഞ്ഞെടുപ്പ് കാലം പ്രചരണത്തിലെ ശുഭസൂചനകളാണ് നൽകുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ നഗരസഭ 17-ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നാഷണൽ കോളേജ് പ്രസിഡന്റ് T വിശ്വനാഥനും 21-ാം വാർഡിൽ നിന്നും മത്സരിക്കുന്ന നാഷണൽ കോളേജ് വൈസ് പ്രസിഡന്റ് M ആനന്ദനും കെട്ടിവയ്ക്കാനുള്ള തുക നൽകി പയ്യന്നൂർ നാഷണൽ കോളേജ് ഭരണസമിതി ജീവനക്കാരും. പയ്യന്നൂർ നഗരസഭ 17-ാം വാർഡിൽ നിന്നും LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന T വിശ്വനാഥനും
21 വാർഡിൽ നിന്ന് മത്സരിക്കുന്ന എം ആനന്ദിനും കെട്ടിവെക്കാനുള്ള തുക നാഷണൽ കോളേജ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് നൽകി. ചടങ്ങിൽ വെച്ച് തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് ഗംഗോത്രി കൺസ്ട്രക്ഷൻസ് ഉടമ KP ഉണ്ണികൃഷ്ണൻ തെരഞ്ഞെടുപ്പ് ഫണ്ടും ടി വിശ്വനാഥനെ ഏൽപ്പിച്ചു. മനോഹർ നായർ, വി നന്ദകുമാർ, K തമ്പായി, MV പത്മിനി എന്നിവരും അധ്യാപകരും ചടങ്ങിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ 10ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന C രമേശൻ തന്റെ സൈക്കിളിൽ യാത്ര ചെയ്താണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. സൈക്കിൾ രമേശന്റെ സന്തത സഹചാരി കൂടിയാണ്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 10ാം വാർഡിലെ മുക്കിലും മൂലയിലും തന്റെ സൈക്കിളുമായി രമേശനുണ്ട്. സഹപ്രവർത്തകർ പൂർണ്ണ പിന്തുണയുമായി പൊതുരംഗത്തുണ്ടെങ്കിലും മിക്കപ്പോഴും രമേശൻ സൈക്കിൾ യാത്ര നടത്തിയാണ് വോട്ടഭ്യർത്ഥിക്കുന്നത്. ചെറുപ്പകാലത്തു തന്നെ സൈക്കിളിനെ ഒപ്പം കൂട്ടിയതാണ് രമേശൻ. സൈക്കിളിലാകുമ്പോൾ ഗുണമേറെയുണ്ട് താനും. നടന്നു വരുന്നവരോട് കുശലം പറയുന്നതും വോട്ടഭ്യർത്ഥിക്കുന്നതും രസമുള്ള കാഴ്ച തന്നെയാണ്. സൈക്കിളിൽ തന്നെ ഓരോ വീടുകളിലുമെത്തി രമേശൻ തനിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇക്കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയിൽ 9ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രമേശൻ കഴിഞ്ഞ 5 വർഷക്കാലം വാർഡിന്റെ എല്ലായിടത്തും നിറസാന്നിധ്യമായിരുന്നു. 56 വയസ്സുകാരനായ രമേശൻ ഒരു ചെറുപ്പക്കാരന്റെ ചുറുചുറുക്കുമായി നാട്ടുകാരുടെ ഏതാവശ്യത്തിനും കൂടെയുണ്ട്. ഇതുകൊണ്ട് തന്നെ ഇദ്ദേഹം നാട്ടുകാർക്കും പ്രിയങ്കരനാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 9ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി നിൽക്കണമെന്നും എൻ്റെ പ്രസ്ഥാനം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം കഴിഞ്ഞ 5 വർഷമായും പൂർണ്ണമായും ഒരു പരിധിവരെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. വിലയിരുത്തേണ്ടത് ഈ നാട്ടിലെ ജനങ്ങളാണ്. എങ്കിലും സാധ്യമായ വിഭവങ്ങളും അതുപോലെ തന്നെ വരുമാനം കുറഞ്ഞ പഞ്ചായത്തിൻ്റെ എല്ലാ സ്രോതസ്സുകളും ഉപയോഗിച്ചുകൊണ്ട് ഈ നാടിനകത്ത് വികസന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്നതിന് വേണ്ടി ഒരു പരിധിവരെ ശ്രമിച്ചിട്ടുണ്ട്. ഗ്രാമസഭകൾ വളരെ സജീവമാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. 416 കുടുംബങ്ങളിലും നേരിട്ട് പറഞ്ഞ് എല്ലാ ഗ്രാമസഭയും 250-300 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഗ്രാമസഭ സജീവമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി സേതു നെടുമ്പ. പയ്യന്നൂർ മേഖലയിലെ കല്ലുകെട്ട് തൊഴിലാളികൾക്ക് കല്ല് കിട്ടാതായതോടെ പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ. കൊറോണ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ 8 മാസക്കാലമായി ഇവർക്ക് കൃത്യമായി തൊഴിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഇടപെട്ട് ഇതിനൊരു പരിഹാരം കാണണമെന്ന് കല്ലുകെട്ട് തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. COVID-19 എല്ലാ തൊഴിൽ മേഖലയെയും പ്രതികൂലമായി ബാധിച്ചതുപോലെ തന്നെ കല്ലുകെട്ട് മേഖലയിലെ തൊഴിലാളികൾക്കും വലിയ പ്രഹരമാണ് ഏൽപ്പിച്ചത്. COVID-19 വ്യാപകമായതോടെ കഴിഞ്ഞ 8 മാസക്കാലമായി ഇവർക്ക് കൃത്യമായി തൊഴിൽ ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവർ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണുള്ളത്. ബിൽഡിംഗ് നിർമ്മാണത്തിനാവശ്യമായ കെട്ടുകല്ല് പണയിൽ നിന്നും കൊത്തിയെടുക്കാൻ സാധിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. അകാരണമായി ജിയോളജി വകുപ്പ് ഫൈൻ ഈടാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പല പണങ്ങളും പൂട്ടാൻ കാരണമെന്നും എത്രയും പെട്ടെന്ന് സർക്കാർ ഇടപെട്ട് ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്നും കല്ലുകെട്ട് തൊഴിലാളികൾ പറയുന്നു. പയ്യന്നൂർ മേഖലയിലെ കല്ലുകെട്ട് തൊഴിലാളികൾ ഒരു വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത്. കാരണം എന്ന് പറഞ്ഞാൽ കല്ല് കൊത്തുന്ന പണ മൊത്തമായി ഇപ്പം ഈ മേഖലയിൽ നിശ്ചലമായിരിക്കുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പല നിയമത്തിൻ്റെ പല പ്രശ്നങ്ങളും കൊണ്ട് കല്ല് കൊത്താതിരിക്കുകയും അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കല്ലുകെട്ട് തൊഴിലാളികൾക്ക് തീരെ പണിയില്ലാതാവുകയും ചെയ്യുന്ന ഒരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഒരു 5-8 മാസക്കാലമായി കൊറോണയുടെ പശ്ചാത്തലത്തിൽ നമ്മുടെ കല്ലുകെട്ട് മേഖല വളരെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയ ഘട്ടത്തിൽ ഇതുകൂടി ആകുമ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് കല്ലുകെട്ട് തൊഴിലാളികൾ. പയ്യന്നൂർ മേഖലയിലെ തന്നെ 100 കണക്കിന് തൊഴിലാളികൾക്കാണ് കല്ല് കിട്ടാതായതോടെ തൊഴിൽ നഷ്ടപ്പെട്ടത്. മാസങ്ങളായി ജോലിയില്ലാത്തതുകൊണ്ട് തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന ഇവർക്ക് സർക്കാർ ഇടപെട്ട് താൽക്കാലിക സാമ്പത്തിക സഹായം നൽകണമെന്നും തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി നീക്കം ചെയ്യണമെന്നും തൊഴിലാളികൾ ആവശ്യപ്പെടുന്നു. ഈ പണിയില്ലാത്ത ഭയങ്കര വിഷമത്തിലാണ്. അതുകൊണ്ട് ഈ കൊറോണ വന്നതിന് ശേഷം പണി വളരെ കുറവാണ്. ഇപ്പോഴേ തന്നെ ഈ കൊറോണ ഒരുവിധം ഭേദമാകുമ്പോൾ തന്നെ ഇപ്പോൾ ഈ കല്ല് കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പം കുടിവെക്കാൻ പോലും ഒരു ഗതിയില്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പണിക്കാരുള്ളത്. അപ്പം നമുക്ക് വേണമെന്ന നടപടികൾ അധികൃതർ ചെയ്തുകൊണ്ടെന്നാണ് നമുക്ക് ഈ ആവശ്യത്തെ പറയാനുള്ളത്. കല്ല് കിട്ടാത്തതുകൊണ്ട് തന്നെ നിരവധി കെട്ടിടങ്ങളും വീടുകളുമാണ് പണി പൂർത്തിയാക്കാൻ പറ്റാതെ പാതിവഴിയിൽ നിൽക്കുന്നത്. 2 ആഴ്ചയായി ഈ പണി ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇതുപോലുള്ള പല പല സൈറ്റുകളും എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അധികൃതർ ഇതിന് വേണ്ടതായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അധികൃതരോട് ആവശ്യപ്പെടുകയാണ്.
കല്ലുകെട്ട് മേഖലയിലെ നിലവിലെ പ്രതിസന്ധി തീർക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കണ്ടോത്ത് പണി പൂർത്തീകരിക്കാത്ത വീടിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ കല്ലുകെട്ട് യൂണിയൻ പയ്യന്നൂർ മേഖലാ സെക്രട്ടറി വി സുരേഷ്, മേഖലാ പ്രസിഡന്റ് സി പ്രദീപൻ, ടി വി മനോജ്, സി ഉണ്ണികൃഷ്ണൻ, പ്രകാശൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ബോംബ് സ്ക്വാഡ് പരിശോധന നടത്തി. ബോംബ് സ്ക്വാഡ് SI ടി വി ശശിധരന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് പരിശോധന നടത്തിയത്. തിങ്കളാഴ്ച രാവിലെ കണ്ണൂരിൽ നിന്നുമെത്തിയ ബോംബ് സ്ക്വാഡാണ് വിവിധ സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയത്. പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കൈതപ്രം, തൃക്കുറ്റേരി, അമ്മാനപ്പാറ, തിരുവട്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് പരിശോധന നടത്തിയത്. എന്നാൽ പരിശോധനയിൽ ഒന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. ബോംബ് സ്ക്വാഡ് SI ടി വി ശശിധരന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തിയത്. സി ശ്രീഗീത്, കെ ലിനേഷ്, SK പ്രജീഷ്, SV ബഷീർ, MKP സിറാജ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. വിവിധ രാഷ്ട്രീയ കക്ഷികളിൽ നിന്ന് മുസ്ലിം ലീഗിലേക്ക് എത്തിയ പ്രവർത്തകർക്ക് തൃക്കരിപ്പൂരിൽ സ്വീകരണം നൽകി. ലീഗിലേക്ക് എത്തിയ പ്രവർത്തകരെ നെല്ലിക്കുന്ന് MLA ഹാരാർപ്പണം നടത്തി സ്വീകരിച്ചു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് എത്തി നിൽക്കുന്ന ഈ അവസരത്തിൽ ഇവരുടെ വരവ് നമ്മുടെ പ്രവർത്തകന്മാരുടെ ഇടയിലും വോട്ടർമാരുടെ ഇടയിലും ഒരു പുതിയ ആവേശവും ഉണർവും ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വരുന്ന പാർട്ടിയിലേക്ക് വരുന്ന ആളുകളൊക്കെ വളരെ അനുഭവ സമ്പത്തും അതുപോലെ തന്നെ പരിചയസമ്പന്നതയുമുള്ള ആളുകളാണ്. INL നിന്ന് MP മുഹമ്മദ് ഷാർജ, M ഹസൈനാർ, ശശിധരൻ തൈക്കീൽ, മുരളി തൈക്കീൽ, റിട്ടയർഡ് SI അബ്ദുൾ റഹ്മാൻ ഉടുമ്പുതല, ഷാഹിദ് സി മെട്ടമൽ, കൊടക്കൽ ഗംഗാധരൻ തൈക്കീൽ, E ശശിധരൻ, റിയാസ് ബാക്രിമുക്ക് തുടങ്ങിയ സ്ഥലങ്ങളിലെ പ്രവർത്തകരാണ് മുസ്ലിം ലീഗിലേക്ക് മാറിയത്. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ, തൃക്കരിപ്പൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി MDP കരീം, പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് S കുഞ്ഞഹമ്മദ്, പഞ്ചായത്ത് സെക്രട്ടറി സത്താർ വടക്കുംപാട് തുടങ്ങിയവർ സംബന്ധിച്ചു. കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കർണാടക വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകർ ദുരിതത്തിൽ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും വ്യാപകമായ കൃഷിനാശം സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. കർണാടക വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഓടക്കൊല്ലി, വെള്ളക്കല്ല് തുടങ്ങിയ സ്ഥലങ്ങളിലെ കർഷകരാണ് കാട്ടുപന്നിയുടെ അക്രമത്തിൽ ദുരിതം പേറുന്നത്. കാർഷിക വിളകൾ നശിപ്പിക്കാനെത്തുന്ന ഇവയെ വിരട്ടിയോടിക്കുന്നതിന്റെ ഇടയിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. COVID-19 പശ്ചാത്തലത്തിൽ മറ്റ് ജോലിക്ക് പോകാൻ സാധിക്കാത്ത മലയോര മേഖലയിലെ ജനങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ കാർഷിക വൃത്തിയിലൂടെയാണ് ജീവിതമാർഗം കണ്ടെത്തുന്നത്. ഇത്തരത്തിൽ കപ്പ, ചേമ്പ് തുടങ്ങിയ കൃഷിയിടങ്ങളും കാട്ടുപന്നികൾ വ്യാപകമായി നശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏക്കർ കണക്കിനുള്ള റബ്ബറിന്റെ തൊലിയാണ് കാട്ടുപന്നികൾ കുത്തി നശിപ്പിച്ചിട്ടുള്ളത്. അതിരാവിലെ റബ്ബർ ചെത്താൻ പോകുന്ന ടാപ്പിൻ തൊഴിലാളികൾ ഇപ്പോൾ കാട്ടുപന്നികളെ പേടിച്ച് നേരം വെളുത്തിട്ടാണ് റബ്ബർ ചെത്താൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ നഷ്ടമാണ് സംഭവിക്കുന്നതെന്ന് കർഷകർ പറയുന്നു. മുമ്പ് വെട്ടം വരാൻ പറ്റിയല്ല. അത് പന്നി ഇവിടെ പല പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ട്. പന്നി ശല്യം മരം തന്നെ പൊളിച്ചു വെച്ചേക്കുന്ന കണ്ടില്ല. അതുകൊണ്ട് നേരം വെളുത്തേ വെട്ടം നടക്കുകയുള്ളൂ, പാലും കുറവ് വരുന്നു. അപ്പോൾ അതിനെന്നാ ചെയ്യേണ്ടെന്നുള്ള വഴി നിങ്ങൾ തീരുമാനിക്കുക. രാത്രികാലങ്ങളിൽ ഇവ കൂട്ടത്തോടെ എത്തുന്നതുകൊണ്ട് തന്നെ ഇവയെ തുരത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് കർഷകരുള്ളത്. കർണാടക ഫോറസ്റ്റിൽ നിന്നും എത്തുന്ന വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ സർക്കാർ ഇടപെടണമെന്നാണ് കർഷകരുടെ ആവശ്യം. രാത്രിയിൽ വന്ന് സ്ഥിരം കുത്തി നശിപ്പിക്കുകയാണ്. റബ്ബർ വെട്ടാൻ പോലും വരാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഫോറസ്റ്റിൽ നിന്ന് പന്നി രാത്രി 8-9 മണിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂട്ടത്തോടെ നമ്മുടെ റബ്ബറിനകത്തൂടെ ഇറങ്ങി തേങ്ങ പൊതിക്കുന്നു. അതുപോലെ വെട്ടാറായ റബ്ബറിൻ്റെ ചൂട് മുഴുവൻ, പട്ട മുഴുവൻ കുത്തിപ്പറിച്ച് തിന്നുകയാണ്. അധികൃതരുടെ ഭാഗത്തുനിന്ന് അടിയന്തരമായിട്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് വളരെ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. അടക്കയ്ക്ക് റെക്കോർഡ് വില വന്നിട്ടും കർഷകർക്ക് നിരാശയാണ് ഫലം. കരിവെള്ളൂർ പുത്തൂർ ഭാഗത്ത് മഹാളി രോഗം വ്യാപകമാണ്. നിലവിൽ കമുകുകളിൽ നിന്ന് ഭൂരിഭാഗം അടക്കകളും കൊഴിഞ്ഞുപോയ നിലയിലാണ്. ഇങ്ങനെ പോയാൽ വരും വർഷങ്ങളിൽ കർഷകരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകാനാണ് സാധ്യത. GST നിലവിൽ വന്നതോടെ നികുതിയെടുത്തു കളഞ്ഞ അടക്കയ്ക്ക് നിലവിൽ റെക്കോർഡ് വിലയാണുള്ളത്. പക്ഷേ കർഷകർക്ക് ഇതിന്റെ ഫലം ലഭിക്കുന്നില്ല. അടക്കയ്ക്ക് ബാധിച്ച രോഗം മൂലം ഇപ്രാവശ്യം ഉൽപാദനം നന്നേ കുറവാണ്. രോഗപ്രതിരോധത്തിന് മരുന്ന് തളിച്ചെങ്കിലും ആ സമയത്ത് മഴ പെയ്തതിനാൽ ഫലമൊന്നുമുണ്ടായില്ല. മാത്രവുമല്ല, വർഷം കഴിയുന്തോറും കമുകുകൾക്ക് പ്രതിരോധശേഷി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതും കർഷകർക്ക് വിനയാവുകയാണ്. നിലവിൽ കമുകുകളിൽ നിന്ന് ഭൂരിഭാഗം അടക്കകളും കൊഴിഞ്ഞുപോയ നിലയിലാണ്. കരിവെള്ളൂർ ഗ്രാമപഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ കവുങ്ങ് കൃഷി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ ഈ പുത്തൂർ മേഖലയിലാണ്.
പാരമ്പര്യമായി കവുങ്ങ് കൃഷി ചെയ്യുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. ഏകദേശം കൊല്ലത്തിൽ ഒരു 15 കിൻഡൽ അടക്കയോളം നമ്മൾക്ക് കിട്ടാറുണ്ട്. ഇപ്രാവശ്യം മഴയും അതിവർഷവും അതുപോലെ തന്നെ മഹാളിയും വന്നിട്ട് ഒരു 5 കിൻഡൽ അടക്ക വരും കിട്ടാത്ത ഒരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ വരും വർഷങ്ങളിൽ കർഷകരുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകാനാണ് സാധ്യത. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പിലാത്തറ ഹോപ്പ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പിലിക്കോട് റീജിയണൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടെ ആരംഭിക്കുന്ന കൂൺ കൃഷി പദ്ധതിയുടെ ഉദ്ഘാടനവും പരിശീലന പരിപാടിയും നടന്നു. പിലിക്കോട് റീജിയണൽ കാർഷിക ഗവേഷണ കേന്ദ്രം അഡീഷണൽ ഡയറക്ടർ പ്രൊഫസർ ടി വനജ ഉദ്ഘാടനം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി പിലാത്തറ ഹോപ്പ് റീഹാബിലിറ്റേഷൻ സെന്ററിൽ പിലിക്കോട് റീജിയണൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിന്റെ സഹായത്തോടെ ആരംഭിക്കുന്ന കൂൺ കൃഷി പദ്ധതിയുടെ ഉദ്ഘാടനവും പരിശീലന പരിപാടിയും പിലാത്തറ ഹോപ്പ് വില്ലേജിൽ ഹോപ്പ് ദേശീയ സമിതി വർക്കിംഗ് പ്രസിഡന്റ് MP മധുസൂദനന്റെ അധ്യക്ഷതയിൽ പിലിക്കോട് റീജിയണൽ കാർഷിക ഗവേഷണ കേന്ദ്രം അഡീഷണൽ ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ വനജ ടി ഉദ്ഘാടനം ചെയ്തു. ഹോപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റും ഹോപ്പ് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും സംയുക്തമായി സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ച് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ഗവൺമെന്റിന്റെ വനിതാരത്നം പുരസ്കാര ജേതാവ് പ്രൊഫസർ ഡോക്ടർ വനജ ടിയെയും മികച്ച അധ്യാപകനുള്ള പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ മുരളീധരൻ മാസ്റ്ററെയും ഹോപ്പിന്റെ സ്നേഹോപഹാരം നൽകി ആദരിച്ചു. ഹോപ്പ് മാനേജിംഗ് ട്രസ്റ്റി KS ജയമോഹൻ പുരസ്കാര വിതരണം നിർവഹിച്ചു. വത്സലകുമാരി, റാണി BT, YV സുകുമാരൻ, ദേവകി ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർ രാജേഷ് കുമാർ പരിശീലനം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കേന്ദ്ര സർക്കാർ PF പെൻഷൻകാരോട് കാണിക്കുന്ന വഞ്ചനയിൽ പ്രതിഷേധിച്ച് പെൻഷനേഴ്സ് അസോസിയേഷൻ തൃക്കരിപ്പൂർ ഡിവിഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ അരമണിക്കൂർ നിൽപ്പു സമരം സംഘടിപ്പിച്ചു. പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം KK വിജയൻ ഉദ്ഘാടനം ചെയ്തു. PF പെൻഷൻ സമഗ്രമായി പരിഷ്കരിക്കുക, മിനിമം പെൻഷൻ 9,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക, ക്ഷാമബത്ത അനുവദിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ 16 പെൻഷൻ ദിനത്തിൽ തൃക്കരിപ്പൂർ പോസ്റ്റ് ഓഫീസിന് മുൻപിൽ അരമണിക്കൂർ നിൽപ്പുസമരം സംഘടിപ്പിച്ചു. തൃക്കരിപ്പൂർ C ഡിവിഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച നിൽപ്പുസമരം അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം KK വിജയൻ ഉദ്ഘാടനം ചെയ്തു. C നാരായണൻ അധ്യക്ഷത വഹിച്ചു. C കൃഷ്ണൻ, പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. ചെറുകുന്ന് പഞ്ചായത്ത് കൺവെൻഷൻ കൊവ്വപ്പുറത്ത് വെച്ച് നടന്നു. TV രാജേഷ് MLA കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കൊവ്വപ്പുറത്ത് നടന്ന LDF ചെറുകുന്ന് പഞ്ചായത്ത് കൺവെൻഷൻ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. താവം ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് കുഞ്ഞായിഷ VV, നാരായണൻ, VK വിജയൻ, K മോഹനൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹയർ സെക്കൻഡറി വിഭാഗം സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുത്തത്തിയിലെ പകൽവീട് അന്തേവാസികൾക്കൊപ്പം ഒരു ദിവസം എന്ന പരിപാടി സംഘടിപ്പിച്ചു. ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ശിശുദിനാഘോഷങ്ങളുടെ ഭാഗമായാണ് പകൽവീട് അന്തേവാസികൾക്കൊപ്പം ഒരു ദിവസം എന്ന പരിപാടി സംഘടിപ്പിച്ചത്. മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തും സദ്യയൊരുക്കിയും അനുഭവങ്ങൾ പങ്കുവച്ചും ഇവർ പകൽവീട്ടിൽ സമയം ചിലവഴിച്ചു. പകൽവീട് അന്തേവാസികൾക്കൊപ്പം ഒരു ദിവസം പരിപാടി KV രാഘവൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ TV വിനോദ് അധ്യക്ഷത വഹിച്ചു. PTA പ്രസിഡന്റ് അശോകൻ കക്കാട്ട്, സുധീഷ് MV, ധനുജ് ഗംഗാധരൻ, വിഷ്ണുപ്രസാദ്, സ്കൗട്ട് മാസ്റ്റർ മഹേഷ് B, ഗൈഡ് ക്യാപ്റ്റൻ രഞ്ജിമ R എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ചെറുതാഴം മണ്ടൂർ റെഡ് സ്റ്റാർ കോവൽ ഗ്രാമീണ വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ വിവിധ രംഗങ്ങളിൽ അവാർഡുകൾ ലഭിച്ചവർക്കുള്ള അനുമോദനവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറലും നടത്തി. അനുമോദന സദസ്സ് P ജയരാജൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിന്റെ ഇച്ഛാശക്തി എല്ലാ മേഖലയിലും പ്രകടമാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. പക്ഷേ വിദ്യാർത്ഥികളുടെ പാഠഭാഗങ്ങൾ ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ എല്ലായിടത്തും എത്തിക്കാനുള്ള വഴിയാണ് ഇപ്പോൾ നടപ്പാക്കപ്പെടുന്നത്. ഇതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഫലപ്രദമായിട്ടുള്ള ഇടപെടലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുളുനാടു മാസികയുടെ സമഗ്ര സംഭാവന പുരസ്കാരം നേടിയ കൃഷ്ണൻ നടുവലത്ത്
CK പണിക്കർ പുരസ്കാരം 2020 ഫോക്ലോർ അവാർഡ് എന്നിവ കരസ്ഥമാക്കിയ KKR വെങ്ങര, വില്ലടിച്ചൻ പാട്ടിന് ഫോക്ലോർ അവാർഡ് നേടിയ MV ചന്ദ്രൻ, തെയ്യം കലയിൽ ഫോക്ലോർ അവാർഡ് നേടിയ T രാമചന്ദ്രൻ പണിക്കർ, SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ എന്നിവരെയാണ് അനുമോദിച്ചത്. ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് തുക കൈമാറി. അനുമോദന സദസ്സിൽ P ബാലൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. നിശാന്ത് A, IV ശിവരാമൻ, MV രവി, T രമേശൻ, U സുരേഷ്, MB ഗിരീഷ് എന്നിവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. കണ്ടങ്ങാളി ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്ക് ശുദ്ധജലം ലഭ്യമാക്കുന്നതിന്റെ ആവശ്യത്തിലേക്കായി പയ്യന്നൂർ ലയൺസ് ക്ലബ്ബ് വാട്ടർ പ്യൂരിഫയർ യൂണിറ്റ് നൽകി. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ K ദാമോദരൻ ശുദ്ധജല പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലയൺസ് പ്രസിഡന്റ് ഡോക്ടർ സുജ വിനോദ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ PV വിനോദ് കുമാർ ശുദ്ധജല യൂണിറ്റ് ഏറ്റുവാങ്ങി. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് ഭാരവാഹികളായ റീജിയൻ ചെയർമാൻ ജയരാജ് കുട്ടമത്ത്, ഡോക്ടർ ബാലാമണി രാജീവ്, P ഗംഗാധരൻ, മനോജ് P, പുഷ്പ ബാലൻ, സ്കൂൾ അധ്യാപകരായ CV രാജു, സിജു, PTA പ്രസിഡന്റ് K കമലാക്ഷൻ എന്നിവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കണ്ണപുരം റോട്ടറിയുടെ നേതൃത്വത്തിൽ ഫൗണ്ടേഷൻ ഡേ ആചരിച്ചു. DGN പ്രമോദ് നായനാർ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് വിവിധ അംഗനവാടികളിലേക്കുള്ള വാട്ടർ പ്യൂരിഫയറുകൾ വിതരണം ചെയ്തു. ഫൗണ്ടേഷൻ ഡേയുടെ ഭാഗമായി കണ്ണപുരം റോട്ടറിയുടെ നേതൃത്വത്തിൽ ചെറുകുന്ന് പഞ്ചായത്തിലെ താവം, ഇട്ടമ്മൽ അംഗനവാടികൾക്കുള്ള വാട്ടർ പ്യൂരിഫയറുകൾ വിതരണം ചെയ്തു. ചടങ്ങിൽ CBSE പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പാർത്ഥിബ് സുമേഷിന് വിശിഷ്ടാതിഥി AG സുരേഷൻ ഷേണായി ഉപഹാരം നൽകി. നികേഷ് കാക്കാമണിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബിജു പാറയിൽ, CK സുമേഷ്, പ്രൊഫസർ VS അനിൽകുമാർ, AC രാജൻ, C അബ്ദുൾ സലാം, ഡോക്ടർ C വിജയൻ, MP വിജയൻ, PP സുരേന്ദ്രൻ, നിതിൻ P, രജീഷ് PV, AV കമല തുടങ്ങിയവർ പങ്കെടുത്തു. ബ്യൂറോ പഴയങ്ങാടി. മാതമംഗലം ബസാറിൽ കേരള ബാങ്കിനു സമീപം ആറ്റുവില പ്രവർത്തനം ആരംഭിച്ചു. TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം ബസാറിൽ കേരള ബാങ്കിന് സമീപമാണ് ആർട്ടുവില്ല പ്രവർത്തനം ആരംഭിച്ചത്. ഇവിടെ നിന്നും ആർട്ട് വർക്കുകൾ, പെയിന്റിംഗ്സ്, പോർട്രേറ്റ്, വുഡ് ആർട്ട്, സിമന്റ് ആർട്ട്, 3D വാൾ പെയിന്റിംഗ്, ടെമ്പിൾ വർക്ക്, ഗാർഡൻ ഡിസൈനിംഗ്, ഇന്റീരിയർ ഡിസൈനിംഗ്, ഹൗസ് പെയിന്റിംഗ്, ഡ്രോയിംഗ് ക്ലാസ് തുടങ്ങിയ സേവനങ്ങൾ ലഭ്യമാകും. ആർട്ടുവില്ലയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് 7560906806 എന്ന നമ്പറിലോ 7907052148 എന്ന നമ്പറിലോ artvillas01@gmail.com എന്ന മെയിൽ ഐഡിയിലോ ബന്ധപ്പെടുക. നെറ്റ്വർക്ക് ന്യൂസ് പിലാത്തറ. പ്രധാന വാർത്തകൾ കാണാം ഒരിക്കൽ കൂടി. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും നഗരസഭയിലേക്കുമുള്ള LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. നഗരസഭയിലെ 22ഓളം വാർഡുകളിലെ സ്ഥാനാർത്ഥികളും ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള 13 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളുമാണ് ആദ്യ ദിവസം പത്രിക സമർപ്പിച്ചത്. ചുവരെഴുത്തുകളുടെ തെരഞ്ഞെടുപ്പ് കാലം തിരിച്ചുവരുന്നു. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും കൊണ്ട് നിറയുകയാണ് നാടെങ്ങുമുള്ള ചുമരുകൾ. വ്യത്യസ്തമായ വോട്ടഭ്യർത്ഥനയുമായി ശ്രദ്ധേയനാവുകയാണ് കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് 10ാം വാർഡ് LDF സ്ഥാനാർത്ഥി C രമേശൻ. തന്റെ സന്തത സഹചാരിയായ സൈക്കിളിലാണ് രമേശന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. കല്ലുകെട്ട് തൊഴിലാളികൾ പ്രതിസന്ധിയിൽ. കോവിഡ് പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്ന ഇവർ കല്ല് കിട്ടാതായതോടെ മാസങ്ങളായി തൊഴിലില്ലാത്ത അവസ്ഥയിൽ. സർക്കാർ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് കല്ലുകെട്ട് തൊഴിലാളികൾ. കാട്ടുപന്നി ശല്യം രൂക്ഷമായതോടെ കർണാടക വനാതിർത്തിയിൽ താമസിക്കുന്ന കർഷകർ ദുരിതത്തിൽ. കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്ക്. കാട്ടുമൃഗങ്ങളെ തടയാൻ നടപടി സ്വീകരിക്കണമെന്ന് കർഷകർ. അടക്കയ്ക്ക് റെക്കോർഡ് വില വന്നിട്ടും കർഷകർ നിരാശയിൽ. കരിവെള്ളൂർ പുത്തൂർ ഭാഗത്ത് മഹാളി രോഗം വ്യാപകമായത് കർഷകരെ ദുരിതത്തിലാക്കുന്നു. നിലവിൽ കമുകുകളിൽ നിന്ന് ഭൂരിഭാഗം അടക്കകളും കൊഴിഞ്ഞുപോയ നിലയിൽ. നെറ്റ്വർക്ക് ന്യൂസ് അവർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.